സടകുടഞ്ഞു സിംഹമായുണർത്തെണീറ്റ് വന്നു, തലയുയർത്തി മിടിച്ചു വന്നു ഗർജനം ഉയർന്നു. സടകുടഞ്ഞു സിംഹമായുണർത്തെണീറ്റ് വന്നു, തലയുയർത്തി മിടിച്ചു വന്നു ഗർജനം ഉയർന്നു. പൊടിപടർന്നു യുദ്ധഭൂമി സജ്ജമാക്കവേ, പകവിടർന്ന് നെഞ്ചും കൂടി ചുട്ടുകൊള്ളവേ. ചോര ചിന്തി വീണ മണ്ണ് മന്ത്രമോദവേ, മൂർച്ചയാൽ പിളർന്ന നെഞ്ചു ചേർന്നു കൂടവേ. കാത്തിരിക്കുവാൻ നേരമില്ലിനി, ചോര കൊണ്ടു ബാക്കി ചൊല്ലി പ്രതികരിക്കുവാൻ. കാത്തിരിക്കുവാൻ നേരമില്ലിനി, ചോര കൊണ്ടു ബാക്കി ചൊല്ലി പ്രതികരിക്കുവാൻ. സടകുടഞ്ഞു സിംഹമായുയർത്തെണീറ്റ് വന്നു, തലയുയർത്തി മിഴിച്ചു വന്നു ഗർജനം ഉയർന്നു. വഴിമറന്നൊരശ്വമായി കുതിച്ചു പായണം, ചുരിക കൊണ്ടു മേനികൾ കളം വരയ്ക്കണം. വഴിമറന്നൊരശ്വമായി കുതിച്ചു പായണം, ചുരിക കൊണ്ടു മേനികൾ കളം വരയ്ക്കണം. മനസ്സൊരുക്കണം, കലുഷമാക്കണം, പോർക്കളം ജയിക്കുവാൻ പുനർജനിക്കണം. മനസ്സൊരുക്കണം, കലുഷമാക്കണം, പോർക്കളം ജയിക്കുവാൻ പുനർജനിക്കണം. ചേട്ടാ, ഒരു കുപ്പി വെള്ളം. ഹലോ അണ്ണാ, ആ കബൂർ ബൈക്കന്മാർ ഇവിടെ വന്നിട്ടണ്ണ. നീ ഇപ്പം എവിടെയാണ്? കോമ്പാറണ്ടണ്ണ, ഇവിടെ ജെട്ടിയുടെ അടുത്താ. അവന്മാർ കച്ചേരിപ്പടി ഭാഗത്തേക്കാ സ്കൂട്ട് അയക്കണേ. ഞാനൊന്ന് സ്കെച്ച് ചെയ്താലോ? ഇപ്പോൾ വേണ്ടടാ, ഈ ഒരു രാത്രി കൂടി അവന്മാരൻ കറങ്ങട്ടെ. ഈ കൊച്ചിയിൽ നമ്മുടെ കൺമുമ്പിൽ അവന്മാരെ എവിടം വരെ ഓടാനാണ്? നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവന്മാരെ നമ്മൾ ലോക്ക് ചെയ്തിരിക്കും. അരക്കിണർ അരവിന്ദനാ പറയണത്. പൂട്ടണണ്ണ, മണിച്ചേത്ത താഴെ ഇട്ട് പൂട്ടണം. എന്നാ നീ വിട്ടോ, ഞാൻ വിളിച്ചോളാം. എനിക്കിപ്പോഴും നല്ല പേടിയുണ്ട്. നമ്മുടെ കാര്യമെങ്ങാനും നിൻ്റെ വീട്ടിലറിഞ്ഞാലുള്ള അവസ്ഥയുണ്ടല്ലോ. ഓ, എനിക്ക് ഓർക്കാൻ കൂടിയും വയ്യ. എൻ്റെ കുടുംബത്തെ പോലും നിൻ്റെ അച്ഛൻ വെറുതെ വിടും തോന്നുന്നുണ്ടാ? ഒരച്ഛൻ തട്ടിപ്പും വെട്ടിപ്പും ഗുണ്ടായുസവുമായി നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നൊരച്ഛൻ, പൊരുത്തക്കേടുകൾ പറഞ്ഞ് എപ്പോഴും കലഹിക്കുന്നൊരമ്മ. അതിനിടയിൽ എൻ്റെ മനസ്സ് കാണാൻ അവർക്ക് കഴിയാതെ പോയി. പുറത്തുനിന്ന് നോക്കുന്നവർക്കെന്താ, എല്ലാ സൗകര്യങ്ങളുമുള്ള സുഖലോലുപമായ ജീവിതം. ഇവൾക്ക് എന്തിൻ്റെ കുറവാണെന്ന് ആളുകൾ ചിന്തിക്കുന്നത്. ജീവിതം നരകതുല്യമാണെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം അല്ലേ? പക്ഷേ ഇതിനിടയിൽ ഞാൻ ജീവിതം ആസ്വദിച്ച് തുടങ്ങിയത് സതീഷ് വന്നപ്പോൾ മുതലാണ്. എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സതീഷിനുള്ള ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇത്രത്തോളം ആരും എന്നെ സ്വാധീനിച്ചിട്ടുമില്ല. എൻ്റെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ സതീഷിനൊപ്പം സമയം ചെലവഴിക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. സതീഷ് ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. അതിനാരെതിര് നിന്നാലും എനിക്കതൊരു പ്രശ്നമല്ല.
എന്നും നിന്റെ ഒപ്പം ഞാനും ഉണ്ടാവും. എന്നാ നമുക്ക് പോവാം. നിക്കടി അവിടെ. എന്താടി ഇത്ര വൈകിയത്? അത് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അച്ഛാ. നിന്റെ ഒരു സ്പെഷ്യൽ ക്ലാസ്. സത്യം പറഞ്ഞോണം, നിനക്ക് അവനുമായിട്ട് എന്താ ബന്ധം? ആരുമായിട്ട്? നിനക്ക് അറിയില്ല അല്ലേ? ഒറ്റ വീക്ക് ഒന്നുണ്ടല്ലോ. ആ കോളനിയിലെ ചെറ്റയായിട്ട് നിനക്ക് എന്താ ഇടപാടെന്ന്? എന്താടി നിന്റെ നാവിറങ്ങി പോയോ? പറയടി സത്യം. സതീഷിന് എനിക്ക് ഇഷ്ടമുണ്ട്. സതീശൻ ദേ എന്റെ മാനം കളയാനാണ് ഭാവമെങ്കിൽ കൊന്നു കുഴിച്ചു മൂടും ഞാൻ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം, അല്ലാതെ നിന്റെ മനസ്സിലിരിപ്പൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇല്ല, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് സതീഷിനൊപ്പം ആയിരിക്കും. എന്റെ ചെലവിൽ തിന്നു കൊടുത്തിട്ട് എന്നോട് തർക്കുത്തരം പറയുന്നോടി. കേറിപ്പൊടി അകത്ത്. ഇനി ഈ വീടിന് പുറത്തിറങ്ങിയ നിന്റെ മുട്ടുകലി ഞാൻ തല്ലി ഓടിക്കും. ആഹാ, ഇനി മുതൽ അവളെ പുറത്തേക്ക് വിടണ്ട. കളിച്ച് കളിച്ച് വിക്രമനോടാ കളിയല്ലേ? ശരിയാക്കി തരാം. ആഹാ, വാ. പൂർത്തിയാകാത്ത യുവതിയെ തട്ടിക്കൊണ്ടുപോയി. അണ്ണാ, എന്നെ ഒന്ന് സഹായിക്കണം. എന്തു പറ്റി? ആരാണിത്? അരവിന്ദണ്ണ, ഇത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ്. ഇവളുടെ വീട്ടുകാർ സീനായപ്പോൾ ഞാൻ വിളിച്ചോണ്ട് പോന്നു. ഡാ, നീ എന്ത് പണിയാണ് കാണിച്ചേക്കണത്? വേറെ വഴിയില്ലാത്തോണ്ടണ്ണാ, ഞങ്ങളെ രക്ഷിക്കണം. ഇവളേതാണ്? നമ്മുടെ വിക്രമ മുതലായുടെ മോളാണ്. ഇവിടെ പുള്ളി ഇവിടുത്തെ ആരാണെന്ന് നിനക്കറിയാലോ. വള്ളി സീനാണല്ലോ നീ പിടിച്ചേക്കണത്. മോളെ, നീ ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തത്? അതെ ജി, സതീഷ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്കറിയാം അച്ഛനും കൂട്ടരും വെറുതെ ഇരിക്കില്ല. സ്നേഹത്തിന്റെ വില അറിയാവുന്നോണ്ട് ഞാനിപ്പോ ഒന്നും പറയണില്ല. നമുക്ക് നോക്കാം. എന്നാലും എന്ത് ധൈര്യത്തിലാടാ നീ ഈ കൊച്ചിനെ വിളിച്ചോണ്ട് വന്നേക്കണത്? ഇനി എന്തൊക്കെ പൊല്ലാപ്പുകളാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഞാൻ ഇനി വീട്ടിലേക്ക് പോവില്ല ഏട്ടാ. നീ രമേശ് അണ്ണനെ അറിയിച്ചോ? ഇല്ല, അച്ഛനോട് എങ്ങനെ പറയണമെന്നാ. എന്തായാലും നീ വാ. അണ്ണനൊന്നും പറഞ്ഞില്ല. മോളെ, ഞങ്ങളൊക്കെ പ്രാരാബ്ധക്കാരാണ്. മോളുടെ വീട്ടിലെ പോലുള്ള ആഡംബര ജീവിതമൊന്നും എൻ്റെ ഈ കൊച്ചു വീട്ടിലുണ്ടാകില്ല. ശരിക്കും ആലോചിച്ചിട്ടാ അച്ഛാ, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സതീഷേട്ടനെ സ്നേഹിച്ചത്. അച്ഛനും അമ്മയും ഞങ്ങളെ സ്വീകരിക്കണം, അനുഗ്രഹിക്കണം. ഇനി എന്ത് നോക്കാനാണണ്ണാ? ഇനി മുതൽ ഇവളാണ് നിങ്ങളുടെ മരുമോള്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണം. ആ കാര്യം നമ്മയേറ്റെന്ന്. അരവിന്ദണ്ണ, അവര് വല്ല കുഴപ്പമുണ്ടാക്കോ? നീ ധൈര്യമായിട്ടിരിക്കേ. ഞങ്ങ ഇവിടെ ഉള്ളപ്പോ ഈ ചേരിയിൽ ഒരുത്തിനും വന്ന് നിന്റെ രോമത്തെ തൊടില്ല. എന്നാ ഞാൻ പോയി രജിസ്റ്ററിന്റെ കാര്യങ്ങൾ സെറ്റാക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വാ മോളെ. മോളെ അകത്തേക്ക് വാ. വാ മോനെ. നിങ്ങൾ ഈ വെരുകിനെ കൂട്ടിലടച്ചിട്ട പോലെ നടക്കാതെ അടുത്ത മാർഗം അന്വേഷിക്കും മനുഷ്യ. നീ ഒറ്റ ഒരുത്തി കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്.
ഒന്നേ ഉള്ളൂ എന്ന് വെച്ച് കണ്ണേ പൊന്നേന്ന് കരുതി നോക്കി വളർത്തിയതാ. ഇപ്പൊ ഏതോ ചേറി കിടക്കുന്നതിന്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ നിന്റെ പുന്നാര മോള്. അവളുടെ ഒരു വളർത്തു ഗുണം. അവള് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതിന് നിങ്ങൾ എന്നോട് ചൂടായിട്ട് എന്നാ കാര്യം? പിന്നെ ഞാൻ ആരോട് ചോദിക്കണോടി? ഇവിടുത്തെ വേലക്കാരിയോടോ? പെൺകുട്ടികളെ അച്ചടക്കത്തോടെ വളർത്തേണ്ടതേ തള്ളന്മാരുടെ ഉത്തരവാദിത്വമാ. ഓ ഫാസ്റ്റ് ആണോടാ ഞാൻ പറയുന്നത്. നീ ചാടിയതോ ചാടി, അവളെങ്കിലും ചാടിപ്പോകാതെ നോക്കണ്ടായിരുന്നോടി. നിങ്ങളുടെ പറച്ചില് കേട്ടാ ഞാൻ അവളെ അവന്റെ കൂടെ മനഃപൂർവ്വം പറഞ്ഞു വിട്ട പോലെയാണല്ലോ. ഓ പറയാൻ പറ്റില്ല, അതാണല്ലോ പാരമ്പര്യ കോണം. ദേ എന്റെ കുടുംബക്കാരെ പറഞ്ഞാലുണ്ടല്ലോ, എന്നെ കെട്ടുന്നതിന് മുമ്പേ നിങ്ങൾ നമ്മുടെ മോളെ കൊണ്ടുപോയതിനേക്കാളും ചീഞ്ഞ അവസ്ഥയിലല്ലായിരുന്നു. പിന്നെ എന്റെ അച്ഛൻ സഹായിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബിസിനസ്സുമായി വലിയ പണക്കാരനുമായി. അതുകൊണ്ടേ കൂടുതൽ ചരിത്രമൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. അവൾ അവൾക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ പോയി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഈ വിക്രമൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇങ്ങനെ ഒരു ചീത്തപ്പേര് ഈ കുടുംബത്തിനുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഏട്ടാ, ഞാൻ കേട്ടത് സത്യമാണ് ഏട്ടാ. അതേടാ, ആ കഴുപ്പണം കട്ടകൾ ഒരു നാറിയുടെ കൂടെ ഇറങ്ങിപ്പോയി. അതും ആ അരവിന്ദന്റെ കോളനിയില്. ഇതവൻ നമുക്കിട്ട് മനഃപൂർവ്വം വെച്ച പണിയാ. പൊക്കണം ഏട്ടാ, ആ കോളനി മുഴുവൻ വെട്ടി നിർത്തിയിട്ടായാലും വേണ്ടില്ല, നമ്മുടെ കൊച്ചിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ വിക്രമൻ ആരാണെന്ന് അവന് മനസ്സിലായിട്ടില്ല. ഞാൻ കാണിച്ചു കൊടുക്കാം. നീ അവന്മാരെ കൂട്ടി ഉടനെ ഇങ്ങോട്ട് വാ. ഞാൻ എത്തിയേട്ടാ, അവന്മാരെ വെറുതെ വിടരുത്. ഇറങ്ങി വാടാ. ഒറ്റ ഒരുത്തനെ വെറുതെ വിട്ടേക്കരുത്. ഓടാ. എവിടെടാ എന്റെ മോളെ ഇങ്ങ് ഇറക്കി വിടറാ. ഇല്ല, എന്റെ മക്കളെ വിടാൻ പറ്റില്ല. പിടിച്ചോണ്ട് പോടാ.
മഹേന്ദ്ര മഹേന്ദ്ര മോനെ മഹേന്ദ്ര അരവിന്ദൻ അവനെ എല്ലാത്തിനും കാരണം. അവനെ കൊല്ലണം കൊല്ലണം. എൻ്റെ പാതി ജീവനാണ് അറ്റുപോയത്. എല്ലാത്തിനും വലങ്കയായിരുന്നു എൻ്റെ മഹി. ഇതുവരെ അരവിന്ദനുമായുള്ള മത്സരത്തിൽ അവന് മാത്രമായിരുന്നു വിജയം. ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. അതെ, അവനെ പൂട്ടണം. എന്നിട്ട് നമ്മുടെ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവരണം. ഇല്ലടാ, ഇതങ്ങനെ തീർത്താ പോരാ. എന്നോടുള്ള ശത്രുതയ്ക്ക് മനഃപൂർവ്വം അവൻ ചെയ്ത പണിയത്. അതിൽ ബലിയാടായത് എൻ്റെ മഹീന്ദ്രനും. അതേ നാണയത്തിൽ തിരിച്ചടിക്കണം. മുതലാളി എന്താ പറഞ്ഞു വരുന്നത്? ആദ്യം അവന്റെ സംരക്ഷണയിൽ കഴിയുന്ന എന്റെ മകളെ കട്ടോണ്ടുപോയവനെ തീർത്തു കളയണം. അതിൽ മാനം നൊന്ത അരവിന്ദൻ വിഷമിക്കുമ്പോൾ അവനെ ഞാൻ തീർത്തു കളയും. എന്റെ അനുജന്റെ ചെത കത്തിത്തീരുന്നതിന് മുമ്പ് അവന്റെ നെഞ്ചു പിടയുന്നത് എനിക്ക് കാണണം. എണീറ്റേ, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആരും മാറുന്ന പോലെ.
ആ പാവം പയ്യനെ വെട്ടി വീഴ്ത്തിയ കൈയുണ്ടല്ലോ, നിനക്കിനി വേണ്ടടാ. സാർ, ഇവനാണ് പയ്യനെ കൊന്നത്. ആട് ആന്റണി, വടിവാൾ സുനി, വെടിമറ ഷാജി, അണലി വാസു, അരക്കിണർ അരവിന്ദൻ, തമ്മനം മണി, എല്ലാവരും കൂടെ പബ്ലിക് റോഡിൽ കിടന്ന് എന്ത് കലാപരിപാടിയാണ് നടത്തിയത്? ഇതേ ഈ SI റസാഖിന്റെ സ്റ്റേഷൻ പരിധിയാണ്. ഇവിടെ കിടന്ന് വിളയാടിയാൽ ഇടിച്ച് ഞാൻ നട്ടല് പൊളിക്കും, കേട്ടടാ? അവന്റെയൊക്കെ ഒരു ഗുണ്ടായിസം. പച്ച വെള്ളം കൊടുത്തു പോകരുത്. യെസ് സാർ. ഹലോ സാർ. ഡോ, താൻ അരവിന്ദനെ അങ്ങ് റിലീസ് ചെയ്തേക്ക്. ആ, ചെയ്യാം സാർ. അടിപിടി കേസായതുകൊണ്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ ഒരു അറസ്റ്റ്, അത്രയേ ഉള്ളൂ. ആ, ഞാൻ സാറിൻ്റെ വിളി പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. അവൻ്റെ പേരിൽ വേറെ കേസൊന്നുമില്ലല്ലോ? ഇല്ല സാർ, ഇല്ല. ഇപ്പം തന്നെ വിട്ടേക്കാം. പിന്നെ താൻ അറസ്റ്റ് ചെയ്ത മറ്റവന്മാർ നിസ്സാരക്കാരല്ല, കൊലപ്പുള്ളികളാണ്, അറിയാലോ? അറിയാം സാർ. അതല്ല, ഞാൻ വേണ്ട നടപടി എടുത്തോളാം സാർ. ശരി, തന്നെ ഞാൻ വിളിച്ചോളാം. ശരി സാർ, ഓക്കെ. നമസ്കാരം. ആ, നമസ്കാരം. ഇരിക്കൂ. എന്താണ് സാറേ, നമ്മുടെ ചെക്കന്മാരെ തല്ലിച്ചതയ്ക്കാനുള്ള പരിപാടിയാണോ? കാര്യവന്മാരെ കുഴപ്പക്കാർ തന്നെയാണ്. പിന്നെ വിക്രമൻ മുതലാളിയായിട്ട് സാറൊന്ന് സഹകരിച്ചാൽ അതിൻ്റെ ഗുണം സാറിനും ഉണ്ടാവും. താനെന്താ പറഞ്ഞു വരുന്നത്? സാറ് വിചാരിച്ചാൽ ആന്റണിയും കൂട്ടരെയും ജാമ്യത്തിൽ വിടാമല്ലോ. എൻ്റെ സ്റ്റേഷനിൽ വരുന്ന പ്രതികളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. മിസ്റ്റർ റസാഖ്, കളി വിക്രമൻ മുതലാളിയോട് വേണ്ട. തന്നെ പോലെ ഒരുപാട് അവന്മാരെ കണ്ടിട്ടുള്ളവനാ മുതലാളി. വെറുതെ എൻ്റെ സമയം മെനക്കെടുത്താതെ പോണോ? എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇതിന്റെ ഭവിഷ്യത്ത് താൻ അറിയാൻ പോകുന്നു. അത് ഞാൻ സഹിച്ചോളാം. എങ്കിൽ നമുക്ക് കാണാം. കാണാം. വളരെ കുറച്ചുനാൾ മാത്രമേ നീ എൻ്റെ കൂടെ പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ളൂവെങ്കിലും നിന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും എന്നെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രതിസന്ധി വരുമ്പോഴും നിന്നെ സഹായിക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറാകുന്നത്. എന്നാലും എന്തിനാണ് നീ ഈ തൊഴിൽ തുടരുന്നത്? നിനക്ക് നിർത്തിക്കൂടെ? കാര്യം നീ നീതിക്ക് നിരക്കാത്ത കുറ്റങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും നിന്റെ പ്രവൃത്തി കാരണം വിഷമിക്കുന്നവരുടെ, അവരുടെ കുടുംബങ്ങളുടെ ശാപം നീ എന്തിനാണ് ഏറ്റുവാങ്ങുന്നത്? എനിക്കറിയാം, നല്ല കാര്യങ്ങളിൽ മാത്രമേ നീ ഇടപെടാറുള്ളൂ. എന്നാലും നിന്റെ നന്മയ്ക്കായി ഞാൻ പറയുകയാണ്, നീ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കണം. അതല്ലേടാ നല്ലത്. സാറിനറിയാലോ, ഇതൊരു ഊരാക്കൊടുക്കാണ്. ഞാൻ വെറും അതിലൊരു കണ്ണി മാത്രമാണ്. എന്നെങ്കിലും ഈ തൊഴിൽ നിർത്താൻ ഞാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഇതെല്ലാം വിട്ടെറിഞ്ഞ് മറ്റൊരു ജീവിതത്തിന് ഞാൻ ശ്രമിച്ച, എൻ്റെ ശത്രുക്കൾ എന്നെ വെറുതെ വിടുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? സാറിനറിയാവുന്നല്ലേ, അല്ലെങ്കിൽ തന്നെ ഒരു മുൾമുനയിലാണ് എൻ്റെ ജീവിതം. ഇതിൽ പെട്ടത് തന്നെ. കരകയറാൻ വലിയ പ്രയാസമാണ്. എനിക്ക് മനസ്സിലാവും അരവിന്ദ, എല്ലാം എനിക്കറിയാവുന്നതല്ലേ. നിന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ ഞാനും ഒരു കാരണക്കാരനാണ്. പാർട്ടിക്ക് വേണ്ടി പല കാര്യങ്ങൾക്കും ഞാനും നിന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നു, അല്ലാതെ ആരുടെയെങ്കിലും വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. എങ്കിലും നിന്നെ ഒരു ഗുണ്ട എന്ന നിലയിൽ ഉപയോഗിക്കേണ്ടി വന്നതിൽ ഇന്നും ഞാൻ പശ്ചാത്തപിക്കുന്നു അരവിന്ദ. പാർട്ടി എൻ്റെ ജീവാത്മാവാണ്. ഇന്നും ഞാൻ പാർട്ടിയെ സ്നേഹിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി
എന്തും ചെയ്യാൻ ഞാൻ തയ്യാറുമാണ്. അതൊരു തെറ്റായി ഒരിക്കലും ഞാൻ കാണുന്നുമില്ല. പക്ഷേ പ്രത്യക്ഷത്തിലൊരു പാർട്ടി അനുഭാവിയെ നിലകൊള്ളാനുള്ള പ്രാപ്തിയോ പ്രതിച്ഛായോ എനിക്കിന്നില്ല താനും. എന്നിട്ടും എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് ഞാൻ എന്താ പകരം തരിക? ഒന്നും വേണ്ട, എല്ലാം നിന്റെ നന്മയ്ക്ക് പറഞ്ഞതാ. എനിക്കറിയാം സാർ. സാറ് പറഞ്ഞ പോലെ ഒരു ജീവിതത്തിന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതിനൊരു അവസരം ഉണ്ടാകുന്നതുവരെ ഈ മുഖം മൂടി എനിക്ക് ധരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഈ അരവിന്ദൻ ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല. എന്നും എന്തിനും നിന്റെ ഒപ്പം ഞാനും ഉണ്ടാകും. നീ എന്താ എത്ര നേരത്തെ? മോർണിംഗ് ക്ലാസ് ഉണ്ട് ഏട്ടാ. എക്സാം ഒക്കെ അല്ലേ? നേരത്തെ പോകുന്നതൊക്കെ കൊള്ളാം. ഇത്തവണ +2 ഓർമ്മയുണ്ടല്ലോ. ഫുൾ A+ മേടിക്കണം. ചെല്ല്. ശരി. എന്താ ബായ് ഒരു വിഷമം പോലെ? ഇന്ന് അവരുടെ ഓർമ്മ ദിവസമല്ലേടാ. ഞാനത് ഓർത്തില്ല ബായ്. നീ ഓർക്കുന്നുണ്ടോ നമ്മൾ അവളെ ആദ്യമായി കണ്ടത്? കുടുംബശ്രീയുടെ പ്രോഗ്രാം നടന്ന ആ ദിവസം. കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് സമൂഹത്തിൻ്റെ മാതൃകയായി. അവരുടെ പ്രവർത്തനങ്ങൾ പുരുഷന്മാരുടെ ഒപ്പം തന്നെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 4 ചുവരുകൾക്കുള്ളിൽ അടുക്കളയിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീ സമൂഹം അവരിന്ന് സ്വയം തൊഴിൽ കണ്ടെത്തുകയും കൂട്ടായ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെൻറ്റ്, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്തുകളിൽ കുടുംബശ്രീ വഴി ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും ഇതുവഴി സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ട്. ഇവരുൽപ്പാദിപ്പിക്കുന്ന വീടുകൾക്കാവശ്യമായ ഉൽപ്പന്നങ്ങൾ, സംരംഭശാലകൾ തുടങ്ങിയ വഴി ഒട്ടനവധി സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുവാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കുടുംബശ്രീ അംഗങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ MLA ഈ ചടങ്ങ് തിരിച്ചെളിച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ ക്ഷണിക്കുകയാണ്. തന്നാരേ താനാരേ ധനദീനന്ന തനദിന തന്നാരേ താനാരേ ധനദീനന്ന തന്നാരേ താനാരേ ധനദീനന്ന തനദിന തന്നാരേ താനാരേ ധനദീനന്ന. അങ്ങനെയൊക്കെ ചെയ്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്, അങ്ങനെയൊക്കെ ചെയ്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്, അങ്ങനെയൊക്കെ ചെയ്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്. അങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന് നിന്നോടൊന്നു പറഞ്ഞില്ലേ, നിന്നോടൊന്നു പറഞ്ഞില്ലേ, നിന്നോടൊന്നു പറഞ്ഞില്ലേ, നിന്നോടൊന്നു പറഞ്ഞില്ലേ, നിന്നോടൊന്നു പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെ ചെയ്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്. എന്തിനുമേതിനുമാലോചിക്കാതെങ്ങും എടുത്തു ചാടരുതേ. അങ്ങനെയൊക്കെ ചാടിയാൽ പിന്നെ ഇങ്ങനെയൊക്കെ പറ്റൂലേ, ഇങ്ങനെയൊക്കെ പറ്റൂലേ, ഇങ്ങനെയൊക്കെ പറ്റൂലേ, ഇങ്ങനെയൊക്കെ പറ്റൂലേ, ഇങ്ങനെയൊക്കെ പറ്റൂലേ. അങ്ങനെയൊക്കെ ചെയ്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്. തകതകതാനോ തകതീയം താരാ, തകതക തകതകതാനോ തകതീയം താരാ, തകതകതാനോ തകതീയം താരാ, തകതക തകതകതാനോ
ജോലിയും ഗോലിയും ഇല്ലാതങ്ങനെ നടു നിറങ്ങി നടന്നിട്ട് പാവപ്പെട്ടൊരു പെണ്ണിനെ ചുമ്മാ കൂടെ കൂട്ടി പോയില്ലേ, പാവപ്പെട്ടൊരു പെണ്ണിനെ ചുമ്മാ കൂടെ കൂട്ടി പോയില്ലേ, കൂടെ കൂട്ടി പോയില്ലേ, ചുമ്മാ കൂടെ കൂട്ടി പോയില്ലേ, കൂടെ കൂട്ടി പോയില്ലേ. നിന്നുടെ മർദ്ദനമേറ്റ വെളിപ്പോ നിന്നെ തെച്ചു കടന്നില്ലേ, നിന്നെ തെച്ചു കടന്നില്ലേ, നിന്നെ തെച്ചു കടന്നില്ലേ, നിന്നെ തെച്ചു കടന്നില്ലേ. അങ്ങനെയൊക്കെ ചെയ്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്, അങ്ങനെയൊക്കെ ചെയ്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്. അങ്ങനെയൊന്നും ചെയ്യണ്ടാന്ന് നിന്നോടന്ന് പറഞ്ഞില്ലേ, അങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന് നിന്നോടൊന്നു പറഞ്ഞില്ലേ, നിന്നോടന്ന് പറഞ്ഞില്ലേ, നിന്നോടന്ന് പറഞ്ഞില്ലേ, നിന്നോടന്ന് പറഞ്ഞില്ലേ, നിന്നോടന്ന് പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെ ചെയ്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്. അരവിന്ദനെ അറിയാലോ, പല ബിസിനസ് നടത്തി പൊട്ടിപ്പൊളിഞ്ഞ് എൻ്റെ കയ്യിൽ ആകെ ബാക്കിയുള്ളത് ടൗണിൻ്റെ പടിഞ്ഞാറുള്ള കമ്പനി മാത്രമാണ്. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ കുറച്ച് തമിഴന്മാർക്ക് അത് വാടക കൊടുത്തു. സാമില്ല് നടത്താൻ വേണ്ടിയെന്നും പറഞ്ഞ എന്നോട് വാടകയ്ക്ക് എടുത്തത്. ഇപ്പം അവിടെ നടക്കുന്നത് അവരുടെ കള്ളൂടി കൂത്താട്ടമാണ്. നാട്ടുകാർ പരാതി പറഞ്ഞപ്പോഴാണ് ഞാൻ പോയി അന്വേഷിച്ചത്. പക്ഷേ അവന്മാരെന്നെ ഗുണ്ടായുസം കാണിച്ച് വരട്ടെയാ. പല വഴിക്കും ഞാൻ ശ്രമിച്ചു നോക്കി. ഒടുക്കം അവരെന്നെ കയ്യേറ്റം വരെ ചെയ്തു. പോലീസിലൊന്നും നിങ്ങൾ പറഞ്ഞില്ലേ? കേസും പുക്കാറുമായൊക്കെ നടന്നാൽ അവരെന്നെ വീണ്ടും ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചിട്ടാ. നിനക്കറിയാലോ, കെട്ടിക്കാൻ പ്രായമായ 2 പെമ്മക്കളെ എനിക്കുള്ളത്. ഇനി എൻ്റെ അവസാന പ്രതീക്ഷയാണ് ആ സാമിൽ. പോലീസും പട്ടാളമൊന്നും വേണ്ട, ഇതിന് നിൻ്റെ രീതിയാണ് ബെസ്റ്റ്. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. കുറവാണെന്നറിയാം, എങ്കിലും എന്നെ കൈവിടരുത്. മധുച്ചേട്ടൻ ധൈര്യമായിട്ടല്ലേ? ഇന്നേക്ക് 2 ദിവസത്തിനകം ഗോഡൗണിൻ്റെ താക്കോല് ദേ ഈ പോക്കറ്റിലിട്ട് തരും അരവിന്ദൻ. അത് മതി. നിങ്ങൾ ധൈര്യമായിട്ട് ഇപ്പോഴാണ് എനിക്കൊരു ധൈര്യമായത്. ഓക്കെ. അതേടാ, ഒരു ചിന്ന വിളയാട്ട്. നിങ്ങയൊക്കെ കൂടി ആ പാവം മധുച്ചേട്ടൻ്റെ അടുത്തേ വിളയാട്ട് എടുത്തില്ലേ? അതിനു വേണ്ടി മറുപടി ചൊല്ലിത്തരാൻ വന്നതാണ്. ഇത് കേൾക്കരുത്, നീ ആണാ? ഞാൻ അരവിന്ദൻ, അരക്കിണർ അരവിന്ദൻ. അപ്പോ എങ്ങനെയാണ്, നമുക്കൊന്ന് ഉരസി നോക്കിയാലോ? Yeah.
ബായ്. ഇനി നിന്റെയൊക്കെ വിളയാട്ടം കൊണ്ട് കൊച്ചിയിൽ കാലുകുത്തി ഉണ്ടല്ലോ, അയലെ ഉണക്കാനായിട്ട് പോലത്തെ നിന്റെ ഈ ബോഡിയില് തല കാണൂല, കേട്ടോടാ പന്ന പരീക്ഷ. എടുക്കടാ താക്കോല്. നീ എന്താണെന്ന് വൈകിയത്? സ്കൂളിൽ നിന്ന് കലോത്സവമാണ് ചേട്ടാ. ഓ, കലോത്സവമൊക്കെ കൊള്ളാം. നല്ലപോലെ പഠിച്ചോണം. കാബൂർ കൂട്ടുകെട്ടിലൊന്നും പോയി പെടരുത്. ഓ, പറയുന്ന ആള് കേമനാണല്ലോ. എന്താന്ന്? അല്ല, ഞാൻ പഠിച്ചോളാന്ന് പറയുമായിരുന്നു. അതൊന്നും അല്ല കേട്ടാ, നമ്മുടെ മനോജേട്ടന്റെ മോള് ഇവന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളുടെ പ്രോഗ്രാം ഉണ്ട്, അത് കാണാൻ പോവാ. ഞങ്ങളൊന്നും അറിയുന്നില്ലെന്നാ ഇവന്റെ വിചാരം. ചേച്ചി ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയില്ല കേട്ടോ. അയ്യടാ, അല്ലേലും ഇവനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്തെങ്കിലും കുനിഷ്ടുണ്ടാക്കുവൻ. ഡാ, മര്യാദയ്ക്കൊക്കെ നടന്നോണം. മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല ചക്കൻ, അപ്പോഴാ അവന്റെ ഒരു പ്രേമം. നിങ്ങൾ അതും ഇതൊന്നും പറഞ്ഞ് അവനെ കളിയാക്കരുത്. അവൻ നല്ല കുട്ടിയാ. മോൻ പോയിക്കോ. നീ ഒരു കാപ്പി. ചേട്ടാ, കപ്പലിന്റെ ബുക്ക് വരെ മുമ്പിൽ നിന്ന് വിളിക്കും. ചേട്ടാ, ഓ ചേട്ടാ, കപ്പലണ്ടി ബുക്ക് വരെ ഒന്ന് പോകാമോ? കേറിക്കോ. ഞങ്ങളൊക്കെ ജയിലിൽ തന്നെ കിടക്കുമെന്ന് കരുതിയോടാ നീ നായേ. ഒട്ടുപോകരുത്. ചേട്ടാ, വണ്ടി നിർത്തിക്കേ.
പിടിച്ചേ. ഞങ്ങൾ തൊടൂല. ഒന്ന് പിടിക്കേട്ടാ. വെറുതെ പുലിവാല് പിടിക്കണം. ചേട്ടൻ ഒന്ന് പിടിക്കേ. ഒരു കുഴപ്പമില്ല, ചേട്ടൻ ഒന്ന് പിടിച്ചേ. ഒന്ന് സഹായിക്കേട്ടാ. ഞങ്ങളില്ല. സാർ, ഇയാളാണ് അരവിന്ദനെ ഇവിടെ എത്തിച്ചത്. ഓ, എന്താ തൻ്റെ പേര്? നന്ദകുമാർ. തൻ്റെ വീട് എവിടെയാ? ഇടുക്കിയിലാണ് സാർ, വണ്ടിപ്പെരിയാർ. കൊച്ചിയിൽ എന്തിനാ വന്നത്? സാർ, എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ കപ്പിലണ്ടിമുക്കിൽ സിൽവർ സ്കൈ എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ കെയർ ഓഫിൽ ഒരു ജോലിക്കായി വന്നാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് സംഭവം ഞാൻ കണ്ടത്. എന്താ തൻ്റെ സുഹൃത്തിൻ്റെ പേര്? ആദിത്യൻ. തൻ്റെ ആ സുഹൃത്തിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കണം. തരാം സാർ. പിന്നെ ഒരു കാര്യം, അരവിന്ദിന് ബോധം വരുന്നവരെ താൻ ഇവിടെ ഉണ്ടാവണം. അതിനുശേഷം പോകാവൂ. ഓക്കെ? ശരി സാർ. ആ ഡീറ്റെയിൽസ് വാങ്ങിച്ചോ. ശരി സാർ. എന്താ പേര്? PK നന്ദകുമാർ. പന്ത്രണ്ടോളം വെട്ടുകളാ ശരീരത്തിലുള്ളത്. അതിൽ 5 സീരിയസ് മുറിവുകളാ. ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. ഉടൻ തന്നെ ഒരു മൈനർ സർജറി ചെയ്യണം. സമയത്ത് എത്തിച്ചതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാനായത്. ഓക്കെ ഡോക്ടർ, എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണം സാർ. വരട്ടെ. ശരി. കരയില്ലമ്മേ, പേടിക്കൊന്നുമില്ല. ബായിക്കൊരു കുഴപ്പമില്ല. കരയല്ലേ? ദേ, ഇയാളാ തക്ക സമയത്ത് ആശുപത്രി എത്തിച്ചത്. അതുകൊണ്ട് കിട്ടിയ രക്ഷയാ. ഒരുപാട് നന്ദിയുണ്ട് പോലെ. നമസ്കാരം. നമസ്കാരം. വരൂ, ഇരിക്കും. വരൂ. പേടിക്കാനൊന്നുമില്ല. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഒരു മൈനർ സർജറി കഴിഞ്ഞാൽ വാർഡിലോട്ട് മാറ്റാം. വളരെ ആഴത്തിലുള്ള മുറിവുകളാണ് ഉള്ളത്. കുറച്ചുനാൾ പരിപൂർണ വിശ്രമം വേണ്ടി വരും. ശരി സാറേ. വേദന കുറവുണ്ടോ? വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. തൽക്കാലം ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം കൊടുത്താൽ മതി. ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കൊടുക്കാം. ശരി ഡോക്ടർ. റെസ്റ്റ് എടുത്തോളൂ, പെട്ടെന്ന് ശരിയാകും. ഓക്കെ. ഈ കുഞ്ഞ് മോൻ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ ചേട്ടനെ ഇവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു അവസ്ഥ. താൻ എവിടെ എന്ത് ചെയ്യോ? ഒരു സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ ജോലി തേടി കൊച്ചി വന്നതാണ്. അപ്പോഴാണ് അണ്ണനെ ഈ അവസ്ഥയെ കണ്ടത്. എന്നിട്ട് ജോലിക്കാരി എന്തായി? ആ ജോലി പോയി. സാരമില്ല, അണ്ണൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. താൻ വിഷമിക്കണ്ട. തൻ്റെ ജോലിക്കാരൻ ഞാൻ ഏറ്റു. നാളെ രാവിലെ ഞാൻ പറയുന്ന സ്ഥലം വരെ താരന്ന് പോകണം. ശരി. ഇങ്ങനെ വെണ്ടയ്ക്ക മുഴുപ്പിൽ പേരും വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമല്ലടാ. പണിയെടുക്കാൻ അറിഞ്ഞിരിക്കണം. എന്റെ കാശ് തിന്നു മുടിക്കാൻ കുറെ മാരണങ്ങൾ. അവനെ വെട്ടി തുണ്ടുവാക്കാൻ പറഞ്ഞിട്ട് പാതി ജീവനിൽ ഉപേക്ഷിച്ചിട്ട് പോന്നിരിക്കുക. അവൻ തീർന്നെന്ന് ഉറപ്പിച്ചിട്ട് വേണ്ടടാ പോരാൻ. മണ്ടന്മാര്. ഞങ്ങൾ വരുമ്പോ അവൻ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവൻ ഉടുമ്പിന്റെ ജന്മ. ഒരു തരി ജീവൻ ബാക്കിയുണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും. എന്നാ നമുക്കൊന്നെ ഹോസ്പിറ്റലിൽ കയറി ഒന്നും കൂടി അങ്ങോട്ട് പണിതാലോ? മതി, നീയൊക്കെ ഇതുവരെ പണിത് തന്നെ ധാരാളം. ഓട്ടന്മാര്.
ഇത്തവണ പഴയ പോലല്ല മുതലാളി, ശരിക്കും ഞങ്ങൾ പണിതിരിക്കും. അവിടെ ഇപ്പോഴും പോലീസിന്റെ സാന്നിധ്യമുണ്ട്. പോരാഞ്ഞിട്ട് SI റസാക്കിന്റെ സപ്പോർട്ടും അവനുണ്ട്. അതുകൊണ്ട് അവിടെ കയറി പണി നടക്കുകയല്ല. അപ്പൊ അവനൊന്ന് ചെയ്യേണ്ടതാണോ? അതല്ലടാ, അവന്റെ ആയുസിൽ കുറച്ച് ദിവസം കൂടി ബാക്കിയുണ്ട്. അതാ അവൻ രക്ഷപ്പെട്ടത്. പക്ഷേ ഇനിയുള്ള അവന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടതായിരിക്കും. പണി എന്താ വേണ്ടതെന്ന് ഈ വിക്രമനറിയാം. പിന്നെയും നീളുമാ വഴിയിൽ നിഴലിനു മറിയില്ല തണലായി വീഴുമെന്ന്. പിന്നെയും നീളുമാ വഴിയിൽ നിഴലിനു മറിയില്ല തണലായി വീഴുമെന്ന്. തീയിൽ കുരുത്തൊരു നേരത്തറിഞ്ഞില്ല പൊള്ളുന്ന വെയിലുണ്ട് പിന്നെയെന്ന്. പിന്നെയും നീളുമാ വഴിയിൽ നിഴലിനു മറിയില്ല തണലായി വീഴുമെന്ന്. വേറിട്ട ചില ജീവഭേദമുണ്ട്. വേറൊറ്റൊരിക്കൽ വീണെങ്കിലും. വേറിട്ട ചില ജീവഭേദമുണ്ട്. വേറൊറ്റൊരിക്കൽ വീണെങ്കിലും. നീരറ്റു വീണാൽ ഓരത്തു പിന്നെയും ആയുർത്തുടിപ്പിൻ ബാക്കിയായി. കാലം മറന്നു വഴിമാറി വീശിയ തണുവേറ്റു മൂടിയ മിഴി തുറക്കാം. പിന്നിട്ട കാൽപ്പാട് തുടരാൻ പാതയും ഉയരായി ഉണരാം ദൂരം വരെ. നിനക്കായി കുറിച്ചിട്ട ദൂരം വരെ. നിനക്കായി കുറിച്ചിട്ട ദൂരം വരെ. നിനക്കായി കുറിച്ചിട്ട ദൂരം വരെ. ഞാൻ ഈ ബിസിനസ്സിന് ഇറങ്ങിയപ്പം മുതലുള്ളതാ അവനീ കല്ലുകടി. ഇനി നേരെ ചൊവ്വേ പോവില്ല. പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തവന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. അതിന് പറ്റിയ ആള് നീ തന്നെയാണ്. എന്താ അരവിന്ദ, ക്ഷീണമൊക്കെ മാറിയോ? ആർക്കാണ് സാറേ ക്ഷീണം? ഇതൊന്നും അരവിന്ദന് പുത്തിരിയല്ല. പിന്നല്ലാതെ പൂച്ചയുടെ ജന്മമല്ലേ നിനക്ക്? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നാളെ തന്നെ പണി നടന്നിരിക്കണം. അരവിന്ദന് ഒറ്റ തന്തയുള്ളൂ സാറേ. ഏറ്റ പണി പണിതിരിക്കും. ഇതാ നീ പറഞ്ഞ അഡ്വാൻസ്. സാറ് ധൈര്യമായിട്ട് വിട്ടോ, ഞാൻ പണി കഴിഞ്ഞ് വിളിച്ചു. ഓക്കെ. ആ നന്ദു, ജോലിയൊക്കെ എങ്ങനെ പോണു? പുതിയ കൊട്ടേഷൻ ആയിരിക്കും. ആ നമ്മ തോപ്പം പടിയില്ലേ, ദേ അഡ്വാൻസും കിട്ടി. ആരോഗ്യം മെച്ചപ്പെട്ടതേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി. പിന്നെ ജീവിക്കണ്ടടാ. ജീവിതം, ഇതിനും ആ പേര് തന്നെയാണോ? സ്വന്തം ജീവന് പോലും സുരക്ഷയില്ലാത്ത തൊഴിൽ. അല്ല, കൂലിക്ക് തല്ലാനും കൊല്ലാനും നടക്കുന്ന ചാവേറുകൾ. ആർക്ക് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇവർക്ക് വേണ്ടിയോ? നാളെ അണ്ണൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർക്ക് ആരുണ്ട്? അല്ലെങ്കിൽ ഇവരുടെ അവസ്ഥ എന്താവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവൾ നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ, ഇവളുടെ ഭാവിയോ? നാളെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയുടെ പെങ്ങളായി സമൂഹം അവളെ മുദ്രകുത്തും. ശരിയല്ലേ?
ഈ തൊഴിൽ കാരണം അണ്ണൻ എത്രമാത്രം ശത്രുക്കളാണുള്ളത്. നാളെ അവർ ഇവരെ ഉപദ്രവിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അണ്ണന്റെ പിന്നിൽ എന്നും ഒരു അപകടം പതിയിരിപ്പുണ്ട്. പാപത്തിനുള്ള കൂലി. ഈ അടിയും വെട്ടും കുത്തുമ നടന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 10,000, 20,000, 50,000, ചിലപ്പോൾ ലക്ഷങ്ങൾ വരെ കിട്ടുമായിരിക്കും. പക്ഷേ ഇതിൽ നിന്നുണ്ടാകുന്ന ശാപത്തിൽ നിന്ന് കോടികൾ മുടക്കിയാലും കരകയറാൻ പറ്റത്തില്ല. എത്ര കുടുംബങ്ങളാ ഗുണ്ടായിസം കൊണ്ട് വഴിയാധാരമായത്. എത്ര സ്ത്രീകൾ വിധവകളായി. എത്ര മനുഷ്യരെ അംഗവൈകല്യമുള്ളവരാക്കി. ഇവരുടെയൊക്കെ കുടുംബത്തെ പറ്റി ഗുണ്ടകൾ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? എന്തിന്? ഈ സിറ്റിയിൽ തന്നെ അവശേഷിക്കുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ നിർദ്ധരാക്കിയ കുറെ ആളുകൾ, ജീവച്ഛവമായും അല്ലാതെയും. അവരുടെയൊക്കെ കണ്ണീരും ശാപവും നിറഞ്ഞ പണം കൊണ്ടാ അണ്ണൻ ഇത്രയും കാലം സുഖിച്ച് ജീവിച്ചത്. അതിന് നിങ്ങൾക്ക് ദൈവം തന്ന തിരിച്ചടിയായിരുന്നു ഈ അപകടം. എനിക്കറിയാം ഈ നഗരത്തിൽ അണ്ണൻ അങ്ങനെ ഒരു ജീവിതം ഒരിക്കലും സാധിക്കില്ല എന്ന്. പക്ഷേ ഇനിയെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അണ്ണന്റെ ശരീരം ഒരു അനാഥപ്രദം പോലെ ഈ തെരുവിൽ കിടക്കാതിരിക്കാൻ, അണ്ണന്റെ പെങ്ങന്മാരെ ഈ സമൂഹം പിച്ചി ചീന്താതിരിക്കാൻ, ഈ അമ്മ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. സ്വസ്ഥമായ ഒരു ജീവിതത്തിന് ഈ നാട് പറ്റുന്നില്ലെങ്കിൽ എന്നേക്കുമായി ഇവിടം വിടണം. മറ്റൊരു നാട്ടിൽ പുതിയൊരാളായി നല്ലൊരു ജീവിതം തുടങ്ങണം. എനിക്കറിയാം അതിനൊരുപാട് പണം ആവശ്യമാണെന്ന്. ഇത്രയും നാളും വല്ലോനും വേണ്ടി കൂലിവേല ചെയ്തു. ഇനി സ്വന്തം രക്ഷയ്ക്കായി എന്തെങ്കിലും ചെയ്യേ. ജീവിതം ഇതിനും ആ പേര് തന്നെയാണോ? കൂലിക്ക് തല്ലാനും കൊല്ലാനും നടക്കുന്ന ചാവേറുകൾ. നാളെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയുടെ പെങ്ങളായി സമൂഹം അവളെ മുദ്രകുത്തും. ഇതിൽ നിന്നുണ്ടാകുന്ന ശാപത്തിൽ നിന്ന് കോടികൾ മുടക്കിയാലും കരകയറാൻ പറ്റത്തില്ല. എത്ര കുടുംബങ്ങളാ ഗുണ്ടായിസം കൊണ്ട് വഴിയാധാരമായത്. എത്ര സ്ത്രീകൾ വിധവകളായി. എത്ര മനുഷ്യരെ അംഗവൈകല്യമുള്ളവരാക്കി. ഇവരുടെയൊക്കെ കുടുംബത്തെ പറ്റി ഗുണ്ടകൾ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണീരും ശാപവും നിറഞ്ഞ പണം കൊണ്ടാ അണ്ണൻ ഇത്രയും കാലം സുഖിച്ച് ജീവിച്ചത്. ഇത് അണ്ണന്റെ 2ാം ജന്മമാണ്. ഒരു മാറ്റത്തിനുള്ള അവസരം. ഇതെന്താണ് ആലോചിക്കണേ? ഒന്നുകൂടി അടിക്കുന്നേ. നമ്മൾ ഈ കൊട്ടേഷൻ പണി നിർത്താൻ പോണേണ്. ഇതെന്താണ് ഈ പറയണേ? കാര്യമായിട്ടാ അതോ കള്ളും പുറത്തോ? കാര്യമായിട്ടാണ്. നമുക്ക് ആകെ കൂടി അറിയുന്ന ഈ വെട്ടും കുത്തും മാത്രം. അതല്ലേ നമ്മളെങ്ങനെ കഴിയുന്ന? അതിനെ ക്യാഷ് വേണം, ക്യാഷ്. കാശുണ്ടാക്കാനേ ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട്. നീ എൻ്റെ കൂടെ നിൽക്കോ? കട്ടയ്ക്ക് കൂടെ ഉണ്ട്. പ്ലാൻ പറ. ഈ അരവിന്ദൻ്റെ ജീവിതത്തിലെ അവസാനത്തെ തെറ്റ്. നന്ദുവോ? മോനിരിക്കെ. അമ്മേ, ഞാനിന്ന് വീട് വരെ പോവുക. എന്താ മോനെ വിശേഷിച്ച്? ഒരുപാട് നാളായില്ലേ പോയിട്ട്. പിന്നെ അമ്മ അനിയനെ അവിടെ ഒറ്റയ്ക്കല്ലേ. എന്നാ ശരി മോനെ, പോയിട്ട് വാ. അവരൊക്കെ ഞങ്ങൾ അന്വേഷിച്ചെന്ന് പറയേ. ഉറപ്പായും പറയാം അമ്മേ. ഇന്ന് 11 മണിക്കൊരു ബസ്സുണ്ട്. അരവിന്ദാണെന്ന് ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല, സ്വിച്ച് ഓഫാ. ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞോളാം. എന്താണമ്മേ നമ്മുടെ അണ്ണൻ ഇങ്ങനെയായി പോയത്? ആളെ എത്രയും പെട്ടെന്ന് പിടിച്ചൊരു പെണ്ണ് കെട്ടിക്കണം. അതോടെ എല്ലാം ശരിയാവും. നല്ലൊരു പെൺകുട്ടിയെ അണ്ണന് ഞാൻ കണ്ടുപിടിച്ചു തരാം. എന്താ അമ്മേ, എന്ത് പറ്റി?
നീയെങ്കിലും ഒന്ന് പറ, എന്താ പ്രശ്നം? നന്ദുവേട്ടന് അരവിന്ദേട്ടനെ കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അഞ്ജലി അല്ല, ഞങ്ങളുടെ അഞ്ചുവേട്ടത്തി, പിന്നെ ഞങ്ങളുടെ പൊന്നോമനിയായിരുന്നു കുഞ്ഞാറ്റ. പ്രേമവിവാഹമായിരുന്നു അവരുടേത്. കൊട്ടേഷനും ഗുണ്ടായുസമായി നടന്നിരുന്ന അരവിന്ദേട്ടൻ്റെ അച്ചടക്കമില്ലാത്ത ജീവിതത്തിൽ പെയ്ത കുളിർമഴയായിരുന്നു അഞ്ചുവേട്ടത്തി. കാണാതിരിക്കാൻ കഴിയാത്ത പോലെ, കാതൂരമിപ്പോഴും കൊഞ്ചുന്ന പോലെ, കാൽച്ചിലമ്പുള്ളിൽ കിലുങ്ങുന്ന പോലെ, കാതരെ നീ എൻ്റെ കൂടെ എപ്പോഴും. എങ്ങോ മറഞ്ഞൊരാ പൂത്താരകം പോൽ പിന്നെയും തെളിയുന്നു നീ എൻ്റെ മുന്നിൽ. പ്രിയനേ നിനക്കായി ഞാൻ എന്തു വേണം, കാത്തിരിക്കാം എൻ്റെ ജന്മം തീരുവാൻ നേരമാകും വരയ്ക്കും ഞാൻ. അരളികൾ പൂക്കുന്ന നേരം പുഴയിലെ മീനുകൾ പോലും കൊതിച്ചു. കൈ പിടിച്ചെപ്പോഴും നമ്മൾ കുടഞ്ഞിട്ട പൂമ്പരാഗങ്ങൾ കിളിർത്തു. പറയാത്ത കാര്യം പറഞ്ഞു നീ നിന്റെ മിഴിയിലൂടെന്തോ മൊഴിഞ്ഞു. അതു തിരഞ്ഞെത്രയോ രാവുകൾ ഞാൻ എൻ്റെ കനവിലൂടോടി തളർന്നു. എന്നുമെൻ പകലുകൾ പാടിക്കരഞ്ഞു. ഡേ, ടൂർ പോയാലോ? നമുക്കെന്നാ മൂന്നാറിലേക്ക് പോയാലോ? അച്ഛൻ എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തരുമോ? ഡേ കുഞ്ഞു, ഇപ്പൊ സൈക്കിളൊന്നും വേണ്ട, വെറുതെ അതിന് വീഴാനായിട്ട്. കുറച്ച് കഴിയട്ടെ. എന്താ അഞ്ചു, ഇന്ന് അവളുടെ ബർത്ത്ഡേ അല്ലേ, എന്തായാലും ഗിഫ്റ്റ് വാങ്ങണം. എന്നാ പിന്നെ ആ സൈക്കിളിൻ്റെ ആവട്ടെ. മോളെ, നിങ്ങളെന്നെ വരും, ഞാനെന്താ അത് വാങ്ങി തരാം. ചേട്ടൻ്റെ എതിരാളികളിൽ ആരോ വെച്ച ബോംബായിരുന്നു അത്. അതിനുശേഷം പലതവണ ഞങ്ങൾ പറഞ്ഞു നോക്കി, പക്ഷെ മറ്റൊരു വിവാഹം കഴിക്കാൻ അരവിന്ദേട്ടൻ കൂട്ടാക്കിയതുമില്ല. വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി.
കാറ്റ്. നോളെ നന്ദു ചേട്ടാ ഒരു തണുത്ത സോഡ. നന്ദു ഇത് എവിടെയാ? നാട്ടിൽ കാണില്ലല്ലോ. ഇവിടെ എങ്ങും ഇല്ല ചേട്ടാ, കുറച്ച് ദൂരെയാ ജോലി. മെച്ചമുണ്ടോ? കുഴപ്പമില്ല, അങ്ങനെ പോന്നു. എത്രയായി? 10 രൂപ. ദാ ബാക്കി വേണ്ട ചേട്ടാ, പിന്നെ മേടിച്ചോളാം. എന്നാ ശരി. ചെറുക്ക രക്ഷപ്പെട്ടെന്നാ തോന്നണേ. ഇനിയെല്ലാം ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഒരു കാരണവശാലും അരവിന്ദൻ പുറം ലോകം കാണരുത്. അതിനുള്ള പണിയൊക്കെ തനിക്ക് അറിയാവല്ലോ. എടോ, തന്നെ ഞാൻ കാണേണ്ടതുപോലെ കണ്ടോളാം. ഓക്കെ. ആരാ സാറേ? ജയിലർ ചന്ദ്രദാസ് നമ്മുടെ ആളാ. അയാൾക്ക് ആ സെൻട്രൽ ജയിലിന്റെ ചാർജ്. അരവിന്ദനെ അങ്ങോട്ടാണേ കൊണ്ടുപോകുന്നത്. ഇനി അവനുള്ള പണി അയാള് നോക്കിക്കോളും. അതിനകത്ത് വെച്ച് തന്നെ അവനെ തീർത്ത് അവിടെ നമ്മുടെ പിള്ളേരുണ്ട് സാറേ. ആരാടാ? ഡ്രാക്കുള ബാസ്റ്റ് 10-14 കൊലക്കേസിലെ പ്രതിയാ. ശരിയാണ് സാറേ, എനിക്കറിയാം. അരവിന്ദനെ കുറക്കാൻ അവൻ ഒരുത്തം മതി. എങ്കിൽ ഇതോടനെ ചന്ദ്രഹാസനെ അറിയിക്കണം. അവൻ പറഞ്ഞ പോലെ ചെയ്യും. അരവിന്ദരെ പുഷ്പം പോലെ. എങ്കിൽ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യാം. ഞാൻ ചന്ദ്രദാസിനെ വിളിച്ചോളാം, നിങ്ങൾ പൊക്കോ. എന്താ പരിപാടി? ഓ, ബാസ്റ്റിനാണായിരുന്നോ? സോറി. ബാസ്റ്റിൻ, നിന്നെ സൂപ്പർ സാർ വിളിക്കുന്നു. എന്തിനായിരിക്കും? ഓക്കെ സാർ. അവനെ ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട്. സാർ നേരിട്ട് പറഞ്ഞോളൂ. തന്നോട് ചിലത് പറയാനുണ്ട്. നിനക്കുള്ള കോള. എൻ്റെ ഒരു ജന്മശത്രു നാളെ അവിടെ എത്തും. അവനിനി പുറത്തു വരാൻ ഇടവരുത്തരുത്. ഓക്കെ. നിനക്കുള്ളത് നിന്റെ വീട്ടിലെത്തിച്ചിരിക്കും. അവൻ്റെ കഥ ജയിലിൽ വെച്ച് തന്നെ കഴിഞ്ഞിരിക്കണം. പറഞ്ഞ പോലെ തന്നെ ചെയ്യും. ഈ ഡ്രാക്കുള ബാസ്റ്റിന് ഒറ്റ വാക്കേ ഉള്ളൂ സാർ. വിക്രം മുതലാളി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അവൻ ഇന്നിവിടെ എത്തും. ഇരു ചെവി അറിയാതെ ഈ കോമ്പൗണ്ടിലിട്ട് തന്നെ അവനെ തീർത്തേക്കണം. മനസ്സിലായി സാറേ. ഉടനെ വേണ്ട, സമയവും സാഹചര്യവും ഒത്തുവരുമ്പോൾ നീ കാര്യം നടത്തിക്കോ. എന്നാ ഇത് പവർ കൂട്ടാനുള്ള മരുന്നാണ്. ബാക്കിയുള്ളത് പണി കഴിഞ്ഞ് മുതലാളി വേണ്ടത് ചെയ്തോളൂ. ശരി സാറേ. എന്നാ പൊയ്ക്കോ. കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. സാറേ, എങ്ങനെയെങ്കിലും എൻ്റെ ഏട്ടനെ പുറത്തിറക്കണം. ഞങ്ങൾക്ക് ആകെയുള്ളത് ഏട്ടൻ മാത്രമാണ്. ഏട്ടൻ പോയാൽ പിന്നെ ഭയങ്കര കഷ്ടമാണ്. എല്ലാം എനിക്കറിയാം മോളെ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. അരവിന്ദനെ നമ്മൾ ഉടൻ പുറത്തിറക്കും. ഞാൻ പല വഴിക്കും ശ്രമിക്കുന്നുണ്ട്. വല്ല അടിപിടിയോ വെട്ടോ കുത്തോ ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കിയനെ. ഇതിപ്പം ബാങ്ക് റോബറി അല്ലേ, അതും പോലീസ് നേരിട്ട് പിടിച്ചത്. ഇവൻ ഏത് സമയത്താണ് ഈ ബുദ്ധിമോശം കാണിക്കാൻ തോന്നിയത്? കാശിന് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് എത്ര ചോദിച്ചാലും ഞാൻ കൊടുത്തേനെ. അവനെനിക്ക് അന്യനൊന്നും അല്ലല്ലോ.
അശ്വതിയുടെ പഠിത്തമൊക്കെ എന്തായി മോളെ? അവൾ ഫുൾ A+ മേടിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും. പക്ഷേ ഈ സാഹചര്യത്തിൽ എങ്ങനെയാ സാറേ? അല്ലെങ്കിൽ തന്നെ നാട്ടുകാരുടെ പരിഹാസം സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഒരു വിധത്തിലാണ് അവിടെ ജീവിക്കുന്നത്. മോനിപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ 9ാം ക്ലാസ്സിലാണ്. നന്നായി പഠിക്കണം കേട്ടോ. മോള് വിഷമിക്കാതെ, എല്ലാം ശരിയാകും. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? വരണം മിസ്റ്റർ ബാങ്ക് റോബർ. എന്തൊക്കെയുണ്ട് വിശേഷം? സബ് ജയിൽ താമസമൊക്കെ എങ്ങനെയിരുന്നു? സുഖമായിരുന്നോ? എന്തായാലും ഏമാനം ഒപ്പിട്ടാട്ടെ. ഇവന് നടയടിയൊക്കെ കൊടുത്തോ? ഇല്ല സാർ. അങ്ങനെ ചില ആചാരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഒന്ന് കാണിച്ചു കൊടുക്കടോ. അങ്ങനെ അല്ലടോ, ശക്തിയായിട്ട് അടിക്കടോ. അങ്ങനെ ഇനി ഇവന് സെല്ല് കാണിച്ചു കൊടുക്ക്. നീ എന്താടാ കാണിച്ചത്? അയാളെ പ്രാർത്ഥിക്കണല്ലായിരുന്നോ? എന്താണോ നീ നോക്കി പഠിപ്പിക്കണ? തോന്നിയ ദിവസം കാണിക്കണോ?
കണ്ടുപോരുത്. പോയി പണിയെടുക്കടാ. ജയിലിൽ നിന്റെ അമ്മായിയുടെ വീടാണെന്ന് കരുതിയോ? നിന്റെ ഗുണ്ടായിസൊക്കെ ചേരി കൊണ്ട് വെച്ചോണം. ഇവിടെ ഇറക്കാൻ നിന്നാ ഇടിച്ചു നിന്റെ നാട്ടലിയെ സൂപ്പാക്കും. കേട്ടോ റാസ്കൽ? സ്റ്റുപ്പിഡ്, താനെന്താണോ ഡ്രാക്കുളെ മാത്രം തല്ലിയത്? ആ അരവിന്ദനും തെറ്റുകാരനല്ലേ? അവനെ കൈകാര്യം ചെയ്യാൻ പാടില്ലായിരുന്ന. സാർ, ഞാൻ ചെല്ലുമ്പോൾ ഡ്രാക്കുള അവനെ കോടാലി വെച്ച് വെട്ടാൻ തുടങ്ങിയായിരുന്നു. അരവിന്ദന് ആ സമയം പൂർണ്ണ അവശനായിരുന്നു. എന്തായാലും ഞാൻ അവനെ വാൺ ചെയ്തിട്ടുണ്ട്. തൻ്റെ ഒരു വാണിങ് അത് കേട്ട് അവനിപ്പം മഹാത്മാഗാന്ധിയാവും പോയല്ലേ? എടോ, അവന്മാർ തമ്മി തല്ലി ചാവുകയോ പിക്കാസിന് വെട്ടിയോ കൊരവള്ളി കണ്ടിക്കയോ എന്തെങ്കിലും ചെയ്യട്ടോ. അതിനിടയിൽ കയറി ഇടപെടാൻ താൻ ആരടോ? എൻ്റെ മനസാക്ഷിക്ക് നിരക്കുന്നത് ഞാൻ ചെയ്തിട്ടുള്ളൂ സാർ. അവർ പ്രതികളാണെങ്കിലും മനുഷ്യരല്ലേ? ഓരോ ജീവനും അതിൻ്റെതായ വിലയുണ്ട് സാർ. താൻ എന്താടോ അവന്മാരെ നന്നാക്കാൻ പോവാണോ? താൻ എത്ര സംരക്ഷിച്ചാലും നാളെ വല്ല തെരുവിലോ ഓടയിലോ ചത്തുമലർന്ന് കിടക്കാനുള്ളവനാ അവനൊക്കെ. അങ്ങനെയുള്ളവൻ്റെ ജീവനൊക്കെ എന്ത് വിലയാടോ ഉള്ളത്? ഓരോ ജീവനും വിലയുണ്ട് സാർ. ഇവരെയെല്ലാം കുറ്റവാളികളാക്കുന്നത് അവരുടെ ജീവിത സാഹചര്യമാണ് സാർ. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനല്ലേ ഈ ജയിലും സംവിധാനമൊക്കെ. അല്ലാതെ അവരെ പരസ്പരം ആക്രമിക്കാൻ വിട്ടാൽ നമ്മുടെ സാമൂഹ്യ സ്ഥിതി എന്താവും? നാളെ അവരുടെ വരും തലമുറയും ഇത് തന്നെ ആവർത്തിക്കില്ലേ? കുറ്റവാളികളുടെ സുരക്ഷയും അവരെ നേർവഴിക്ക് നയിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അല്ലെങ്കിൽ പിന്നെ ഞാനും സാറും ഒക്കെ യൂണിഫോം ഇട്ടിരിക്കുന്നത് എന്തിനാ? ഡോ താനങ്ങ് കത്തി കയറാനല്ലോടോ. തുടക്കത്തിൽ ഈ ആവശ്യം എല്ലാവർക്കും ഉള്ളതാ. അത് പതിയെ മാറിക്കോളും. എടോ, തന്നെക്കാളും ഒരുപാട് ജയിലും പ്രതികളെയും കണ്ടിട്ടുള്ളവനായി ഞാൻ. അതുകൊണ്ട് പറയാ, ഇവനൊന്നും ഒരിക്കലും നന്നാവാൻ പോണില്ലടോ. ഇങ്ങനെ ചിലവന്മാരുള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഈ ജോലി എടുത്ത് ജീവിക്കുന്നത്. അനിയ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, തന്റെ സ്വഭാവം ഇതാണല്ലേ താൻ ഈ കേരളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കും. ചിലപ്പോ വീട്ടിലിരിക്കേണ്ടിയും വരും. എത്ര കാലം ജോലി ചെയ്താലും എവിടെ ജോലി ചെയ്താലും ഞാൻ ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് നീതി പുലർത്താൻ കഴിയുന്നിടത്തോളം ഞാൻ പരിപൂർണ്ണ സംതൃപ്തനാണ് സാർ. തന്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ. അത് വിട്. ആ അരവിന്ദന്റെ കാര്യത്തിൽ ഇന്നു മുതൽ കൂടുതൽ ശ്രദ്ധയുണ്ടാവണം. യെസ് സാർ. ആ ഡ്രാക്കുളയേക്കാൾ കുഴപ്പക്കാരാണ് അവൻ. നിസ്സാര വകുപ്പൊന്നുമല്ല, സെക്ഷൻ 390 ബാങ്ക് റോബറി, പിന്നെ കൊട്ടേഷൻ, കത്തിക്കുത്ത്, അങ്ങനെ ബഹുമതികൾ ഏറെ ഉണ്ടവന്. അതുകൊണ്ട് അവൻ്റെ മേലൊരു കണ്ണ് വേണം. ഷുവർ സാർ. ഓക്കെ, യു ക്യാൻ ഗോ. ഓക്കെ സാർ. അവൻ്റെ ഒരു രാഷ്ട്രമീമാംസ. ഹലോ സാർ. നിങ്ങയൊക്കെ എന്ത് പൊളുത്താനാടോ അവിടെ ഇരിക്കുന്നേ? ഒരു ജയിലറേമാൻ. അത് സാറ്, താനും ആ ട്രാക്കുള്, നിങ്ങ രണ്ടുപേരുണ്ടായിട്ട് അവന്റെ രോമത്തെ തൊടാൻ പറ്റുള്ളൂ. എന്താടോ മിണ്ടാത്തെ? ഏതാടോ ആ വന്നവൻ? അരവിന്ദന്റെ രക്ഷകൻ. സാർ, അത് പുതിയ പ്രസന്ന ഓഫീസറാണ്, നന്ദകുമാർ. അടിപിടി കണ്ടപ്പോ ഇടപെട്ടതേ ഉള്ളൂ. എന്നിട്ട് അവൻ ആ ട്രാക്കുളെ അടിച്ചു സൂപ്പാക്കിന്നാണല്ലോ കേട്ടെ. സാർ, അത് അയാൾ വന്നപ്പോൾ ആ ട്രാക്കുളയും കൂട്ടരും അരവിന്ദനെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. അത് തടയാൻ വേണ്ടി കൈകാര്യം ചെയ്തതാണ്, ഡ്യൂട്ടിയുടെ ഭാഗമായി. പിന്നെ അരവിന്ദനെ അയാൾ വാൺ ചെയ്തിട്ടുണ്ട് സാർ. ഏത് നാശം പിടിക്കണ നേരത്താണോ ഇങ്ങനൊരു വധൂരി അവിടെ വന്ന് കയറിയ? എടോ, ആ വന്നോന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അവനെ എനിക്കൊരു പ്രശ്നമൊന്നുമല്ല. ഇനി ഇങ്ങനൊരു അബദ്ധം ഉണ്ടാകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവനെ പൂട്ടാനുള്ള പ്ലാൻ തയ്യാറാക്കണം. അല്ലേ തന്നെ മാറ്റി വേറെ ആമ്പിള്ളേരെ പണിയേൽപ്പിക്കാൻ ഈ വിക്രമൻ അറിയാൻ കേട്ടോ. ഇല്ല സാർ, എത്രയും പെട്ടെന്ന് അടുത്ത പ്ലാൻ റെഡിയാക്കാം സാർ. എന്നാ തനിക്ക് കൊള്ളാം. ഓക്കെ സാർ. എന്താ? നമസ്കാരം സാർ, ഞങ്ങൾ അരവിന്ദേട്ടന്റെ ബന്ധുക്കളാണ്. ഒന്ന് കാണാൻ വന്നതാ. ഡോ സാർ, തനിക്ക് വരെ മനസ്സിലായ? ഇല്ല. ഇതാണ് ഈ നഗരത്തിലെ പ്രശസ്തനായ ബാങ്ക് മോഷ്ടാവിൻ്റെ കുടുംബം. എന്തുവാടി, ഞങ്ങളെയൊക്കെ പറ്റിച്ച് ഈ നാട്ടിലെ ബാങ്ക് മുഴുവൻ കൊള്ളയടിച്ച് ജീവിക്കാമെന്ന് കരുതിയല്ലേ? ചെല്ല് പോയി പൊന്നാങ്ങളെ കണ്ടിട്ട് വാ. ഡോ, ഇവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണോ? ശരി സാർ. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. ആ സാറൊരു മൊസറിന്
ഞങ്ങളോട് എല്ലാവരോടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അധികാരത്തിന്റെ ഹുങ്ക് അല്ലാണ്ടെന്താ. സർ, അത് നന്ദു അല്ലേ? അതെ, നന്ദകുമാർ സാർ പുതിയ ചാർജ് എടുത്ത ഓഫീസറാണ്. നിങ്ങളറിയോ? മോളെ, അമ്മേ, നിനക്ക് ഇവിടെ സുഖമാണോ മോനെ? ഇവിടെ കുഴപ്പമൊന്നുമില്ല അമ്മേ. പക്ഷേ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ ഒരു വിഷമമുള്ളത്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല മോനെ. ഇടയ്ക്ക് സ്റ്റീഫൻ സാറ് സഹായിക്കുന്നുണ്ട്. സ്റ്റീഫൻ സാറ് ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഉടനെ പുറത്തിറങ്ങും. പക്ഷേ ഇവളുടെ കാര്യം ഓർക്കുമ്പോഴാ. എവിടെ ചെന്നാലും ആൾക്കാരുടെ പരിഹാസവും കുത്തുവാക്കളും സഹിക്കാൻ പറ്റാതായി മോനെ. എല്ലാം ശരിയാവുമേ. നീ ഇതൊന്നും കാര്യമാക്കരുത്. മുന്നോട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ശരിയാക്കണം. എല്ലാം സ്റ്റീഫൻ സാർ നോക്കോളൂ. മോനെ, നമ്മുടെ നന്ദു ഇവിടെ? അവനിവിടെ പ്രിസൺ ഓഫീസറാണമ്മേ. ഇപ്പോൾ പഴയ ആളൊന്നുമല്ല. ഓഫീസറായപ്പോൾ എല്ലാം മറന്നു. ഞങ്ങളെ കണ്ടിട്ട് ഒരു പരിചയവും കാണിച്ചില്ലേട്ടാ. ചില ആളുകൾ അങ്ങനെ മോളെ, സ്ഥാനമാനങ്ങൾ വരുമ്പോൾ ബന്ധങ്ങളൊക്കെ മറക്കും. എന്നാ ഞാൻ പോട്ടെ അമ്മേ. മോളെ പോട്ടെ. കാര്യങ്ങളൊക്കെ എന്തായടോ? പുതിയ പദ്ധതികൾ വല്ലതും റെഡിയാക്കിയോ താൻ? പല വഴികളും ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഒരു പച്ചേ? അതിനുള്ളിൽ വെച്ച് അവനെ തീർക്കാന്ന് പറയുന്നത് ഇനി അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെന്താടോ? ആ പുതിയ ഓഫീസർ നന്ദു, ഹീ ഈസ് എ സ്ട്രൈറ്റ് ഓഫീസർ. എല്ലാം ഇപ്പോൾ അവൻ്റെ മേൽനോട്ടത്തിലാണ്. ഒരു കുറുക്കുവഴികൾ നടക്കില്ല. തനിക്ക് അവനെ പറഞ്ഞൊന്ന് അടക്കി നിർത്തി കൂടെയിടൂ. പഴയ ഫ്യൂഡലിസ്റ്റ് കാലമൊക്കെ പോയി സാറേ. ഇപ്പം എല്ലാം വിരൽ തുമ്പിലാ. എനിക്കെതിരെ മുകളിലേക്ക് ഒരു റിപ്പോർട്ട് പോയാലേ അപ്പ തീർന്നു. ഓ, അപ്പൊ ഇത് പറയാനാണോ ഇയാൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിഞ്ഞ് വന്നത്? എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല സാറേ. സാറ് ധൈര്യമായിട്ടിരിക്കും. ഞാനല്ലേ പറയുന്നേ. എടാ, ഇത് അങ്ങനെയല്ല ഇതിൻ്റെ ഒരു ഏർപ്പാട്. ഞാൻ ഒന്നാമത് ഇത് എത്ര കണ്ടാന്നറിയോ? നമ്മൾ അന്നത്തെ ആ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ആലോചിച്ച് നോക്ക്, എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വളരെ നൈസായിട്ട് അങ്ങ് ഇറങ്ങി അങ്ങ് കയറിപ്പോയി. ചേട്ടൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താടാ പണിയെടുക്കാതെ കുശലം പറയണോ നിന്റെയൊക്കെ പുറത്തിറക്കിയതോ? നിനക്ക് ചെവിയേക്കാൻ പാടില്ലേ? പോയി പണിയെടുക്കടാ. ഇല്ലെങ്കിൽ പോലീസുകാരോട് തർക്കുത്തരം പറയുന്നതാ. നീ ഇവിടെ വന്ന് ഏമാൻ കളിക്കാൻ തുടങ്ങിയ സമയം തൊട്ടേ ഞാനൊന്ന് ഓങ്ങി വെച്ചതാ. പിന്നെ ഞാനൊന്നും മിണ്ടാത്തത് എന്താ നിനക്കറിയാലോ? പോലീസിന് അരവിന്ദിന് പേടിയൊന്നുമില്ല. ഒരുപാട് തല്ല് കൊണ്ടിട്ടുമുണ്ട്, ഒരുപാട് കൊടുത്തിട്ടുമുണ്ട്. ഇനിയും അതിനൊരു മടിയുമില്ല. എന്താ കാണിക്കണം? വാടാ, ഞാൻ കാണിക്കണം. എന്താണ് നിനക്ക് ഇത്ര മൂപ്പ്? അരവിന്ദനൊക്കെ ശരിക്കറിയാലോ. എല്ലാം നമ്മുടെ പ്ലാൻ പ്രകാരം നടക്കും സാർ. അവനെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രക്ഷപ്പെടുത്താനെന്ന വ്യാജേന നമ്മൾ അവനൊരു അവസരം കൊടുക്കുന്നു. അവിടെ എത്തുന്ന സാറിനും കൂട്ടർക്കും എല്ലാ കണക്കുകളും തീർക്കാം. അവസാനം എൻ്റെ സർവീസ് റിവോൾവർ കൊണ്ട് ഒരു ഷോട്ട്. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പ്രാണരക്ഷാർത്ഥം കൊല്ലേണ്ടി വന്നു. കേസ് ക്ലോസ്ഡ്. എല്ലാം വളരെ ശ്രദ്ധിച്ചു വേണം. അവന്റെ മരണവെപ്രാളം എനിക്ക് കണ്ട് ആസ്വദിക്കണം. ശരി. ഹലോ, നന്ദു സാറല്ലേ? അതെ, ഞാൻ കോൺസ്റ്റബിൾ ഹരിയാണ് സാർ. പറയൂ സാർ. അരവിന്ദനെ ഇന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ അയാളെ കോടതിയിലേക്കല്ല, കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് സാർ. താൻ എങ്ങനെ അറിഞ്ഞു? പോകുന്ന വഴിയിൽ അയാളെ കൊല്ലാനുള്ള പ്ലാൻ ചന്ദ്ര സാർ ഫോണിൽ ആരോട് പറയുന്നത് ഞാൻ കേട്ടു സാർ. അവര് പുറപ്പെട്ടോ? ഇല്ല സാർ, 10 മിനിറ്റിനുള്ളിൽ പുറപ്പെടും. ഓക്കെ സാർ. ഓക്കെ ഓക്കെ.
നിന്നെ കൊണ്ടുപോകുന്ന കോടതിയിലേക്കല്ല, കൊല്ലാനാണ്. പേടിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. വെലം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം നീ ചാടിക്കും. ഈ ഒരു അവസരത്തിന് വേണ്ടിയാടാ ഞങ്ങൾ ഇത്ര നാൾ കാത്തിരുന്നത്. നിന്റെ ആയുസിന്റെ കണക്ക് പുസ്തകം എന്റെ കയ്യിലാടാ റാസ്കൽ.